കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയനെ മുണ്ടുടുത്ത മോഡി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ വിരുദ്ധനാക്കി ചിത്രീകരിക്കുന്നതിൽ വലിയ ഗൂഢാലോചനയും കള്ളപ്രചാരണവുമാണ് UDF-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രചാരകരായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPI മാറുകയാണ്. ഒരു പക്ഷത്ത് BJPയും RSSും പ്രചരിപ്പിക്കുന്നത് സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെന്റും ഹിന്ദു വിരുദ്ധരാണെന്നും അവർ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. മറുപക്ഷത്ത് ഉത്തരേന്ത്യയിലൊക്കെ അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മറുപക്ഷത്ത് UDF-ഉം കോൺഗ്രസും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം ലീഗും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പ്രചാരകരായ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ പറയുന്നത് സഖാവ് പിണറായി വിജയൻ RSSനേക്കാളും വലിയ ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയതക്കെതിരെയായി ശക്തമായ നിലപാട് എക്കാലത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ഗവൺമെന്റുമാണ്. ന്യൂനപക്ഷങ്ങളെ വർഗീയമായി മുതലെടുത്ത് അവരെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ കേരളത്തിലെ LDF-ഉം സഖാവ് പിണറായി വിജയനും ഒക്കെ മുസ്ലിം വിരുദ്ധനാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസും UDF-ഉമാണ്. ഇവർ ഒരു പക്ഷത്ത് RSSുമായി സന്ധി ചെയ്ത് തെരഞ്ഞെടുപ്പുകളിൽ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങുകയും മറുപക്ഷത്ത് ഒരേ സമയം ന്യൂനപക്ഷങ്ങളുടെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്യുക എന്നുള്ള എക്കാലത്തുമുള്ള ഒരു മതേതര വിരുദ്ധമായ രാഷ്ട്രീയ സമീപനമാണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വീകരിക്കുന്നതിന്റെ പല സോഴ്സുകൾ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ്. അതിന് ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന PV അൻവർ MLA അദ്ദേഹം കേരള പോലീസിനെ സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം RSS ഫ്രാക്ഷൻ ഉണ്ട് കേരളത്തിലെ പോലീസിലെന്നും DGPക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളെ കുറിച്ച് അത് അന്വേഷണം നടത്താൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഉത്തരവിടുകയാണ് ചെയ്തത്. പക്ഷെ അന്ന് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ആരോപണം ഉന്നയിച്ചത് സത്യസന്ധമായി ആരോപണം ഉന്നയിച്ച MLA അതിന്റെ സതുദ്ദേശത്തോടു കൂടിയാണ് ഉന്നയിച്ചത് എങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം നടത്താനും നടപടി സ്വീകരിക്കാനും ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ ആരോപണം ഉന്നയിച്ചിട്ടുള്ള MLAയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് നിൽക്കാത്തത് കൊണ്ട് അദ്ദേഹം മറുചേരിയുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം എന്നുള്ളത് പിന്നീട് തെളിയുകയുണ്ടായി. അതായത് നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് മറ്റു നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഇദ്ദേഹം സ്വീകരിച്ച നിലപാട് നമ്മൾ നേരിട്ട് കണ്ടതാണ്. കേരളത്തിലെ പോലീസില് RSSന്റെ സ്വാധീനം ഉണ്ടെങ്കിൽ അത് ഫ്ലാഷ് ഔട്ട് ചെയ്യാൻ ഇടതുപക്ഷ ഗവൺമെന്റ് എക്കാലത്തും തയ്യാറായിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ പോലീസ് തലവനായി കൊണ്ടുവരാൻ ഒരു ഘട്ടത്തിൽ സീനിയോറിറ്റി പ്രകാരം തയ്യാറായിരുന്ന DGP സെൻകുമാർ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും അദ്ദേഹത്തിന് വേണ്ടി അന്ന് സെൻകുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോയത് ഇന്നത്തെ MP ആയ ഹാരിസ് ബീരാനാണ്. സെൻകുമാറിന് വേണ്ടിയിട്ട് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ അപ്പുറം രാഷ്ട്രീയപരമായിട്ടൊരു പിന്തുണ കൊടുത്തുകൊണ്ട് കേസ് നടത്തുകയും മുനവർ ശിഹാബ് തങ്ങളടക്കമുള്ള ആളുകൾ സെൻകുമാറിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ പിന്തുണ പ്രഖ്യാപിച്ച് പ്രചരണം നടത്തുകയും ചെയ്തു. അന്ന് തന്നെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു സെൻകുമാർ ആരാണ് എന്ന് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ തെളിയും എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഓർഡറിന്റെ പിൻബലത്തിലാണ് അന്ന് കുറച്ചു കാലം പോലീസ് തലപ്പത്ത് സെൻകുമാർ ഇരുന്നത്. പിന്നീട് സെൻകുമാർ റിട്ടയർ ചെയ്തതിനു ശേഷം സെൻകുമാർ നേരെ പോയത് മോഹൻ ഭഗവത്തിനേക്കാളും വലിയ RSSന്റെ പ്രചാരകനും വാഹകനുമായിട്ട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്.